തീവ്രവാദികളെ ആദരിക്കണോ, അവർക്ക് പിന്തുണ നൽകണോ? പണ്ട് കേരളത്തിൽ നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു, അവർക്ക് പിന്തുണ നൽകുന്നവരുമുണ്ടായിരുന്നു. പക്ഷേ അവരെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് നടപടിയെടുത്തവരുമുണ്ട്. പിന്നീട് മൂവാറ്റുപുഴയിൽ ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയ കേസുണ്ടായി, അതും തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. പിന്നീട് പലപ്പോഴായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കേൾക്കാറുണ്ട്. അലൻ താഹ എന്ന രണ്ടുപേരെ അവരുടെ വീട്ടിൽ ഒരു ലഘുലേഖ കണ്ടു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. അട്ടപ്പാടിയിൽ വനത്തിൽ കുറച്ച് പേര് താമസിച്ച് അവർ തീവ്രവാദികളാണെന്നുള്ള പറഞ്ഞ് അവരെ വെടിവെച്ച് കൊന്ന കേസുകളും അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹെസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ തലവനെ വധിക്കപ്പെട്ടപ്പോൾ, അതായത് ഹസൻ നസ്രള്ള, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രി തന്നെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു ദിവസത്തെ ഒരു പണിയൊന്നും ചെയ്യുന്നില്ല, പ്രചരണം നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു. ഈ തീവ്രവാദ സംഘടനകളും തീവ്രവാദികളുമൊക്കെ പ്രശംസിക്കപ്പെടേണ്ടവരാണോ, അതോ അവർ ഇല്ലാതിരിക്കുന്നതാണോ നാടിന് നല്ലത്? തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിൽ അധ്യാപകൻ്റെ കൈ വെട്ടിയ ശേഷം ആ വെട്ടിയവരെ ശിക്ഷിച്ചുകൊണ്ട് അധ്യാപകന് കൈ തിരിച്ചു കിട്ടത്തില്ല. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കാതെ നോക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നുള്ളത് ഈ മൂവാറ്റുപുഴയിലെ കൈവെട്ട് കേസിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ തീവ്രവാദ പരിപാടിയിൽ ഇന്ത്യ ലോകത്ത് 13ാം സ്ഥാനത്താണ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, അതായത് ഗ്ലോബൽ ടെററിസം സൂചിക എല്ലാ വർഷവും പുറത്തുവിടുന്നുണ്ട്. അതനുസരിച്ച് ഇന്ത്യ 13ാം സ്ഥാനത്ത്. ഈ സൂചിക എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് വെച്ചാൽ, ഒരു രാജ്യത്ത് ഒരു വർഷം എത്ര തീവ്രവാദ പ്രവർത്തനം നടന്നിട്ടുണ്ട്, ഈ തീവ്രവാദ ആക്രമണത്തിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുപോലെ എത്ര പ്രോപ്പർട്ടി നശിച്ചിട്ടുണ്ട്, ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സൂചിക തയ്യാറാക്കുന്നത്. ഈ എത്ര കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് 3 ആയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു വെയിറ്റഡ് ആവറേജ് ഒക്കെ എടുത്താണ് അത് രൂപപ്പെടുത്തുക. അങ്ങനെ ഓരോ വർഷവും അത് പ്രഖ്യാപിക്കുന്നുണ്ട്. 2024 ഈ തീവ്രവാദ സൂചിക അനുസരിച്ചാണ് ഇന്ത്യ 13ാമത്. നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ 3ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ബർക്കിനോ ഫാസോ, പിന്നീട് മാലി, നമ്മുടെ അടുത്തുള്ള പാകിസ്ഥാൻ കൂടാതെ അഫ്ഗാനിസ്ഥാനും സിറിയയും ഒക്കെ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു സംഘടനകളാണ്. കഴിഞ്ഞ ദിവസം യമനിലുള്ള ഹൂത്തി എന്ന ഒരു തീവ്രവാദ സംഘടനയും ന്യൂസിലുണ്ടായി. അവരുടെ സ്ഥലത്ത് ഇസ്രായേൽ ബോംബിട്ടു എന്നുള്ളത്. ഈ ഹൂത്തികളുടെ കാര്യം നോക്കാം. അവർ തീവ്രവാദികളാണോ, ഒരു ടെററിസം സംഘടനയാണോ എന്നുള്ളത്. എന്താണ് ഹൂത്തികളുടെ പണി? അവർ കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ മിസൈലും ഡ്രോണും ഒക്കെ അയച്ച് ആ കപ്പലുകളെ നശിപ്പിക്കുക, പിടിച്ചെടുക്കുക എന്നുള്ള ഈ കടലിലെ അക്രമകാരികൾ ചെയ്യുന്ന പണി ചെയ്യുന്നു. അടുത്തത്, അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ സൗദി അറേബ്യയിലേക്കും ഇസ്രായേലിലേക്കും തൊടുത്തുവിടുക. അപ്പോൾ അവർ പണം ചെലവാക്കുന്നത്, അവരുടെ മുൻഗണന എന്തിനാണ്? ഈ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള നശീകരണ ഉപകരണങ്ങൾ വാങ്ങി ശേഖരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക, എന്നിട്ട് ഈ ആക്രമണങ്ങൾ നടത്തുക. അവരുടെ ഫണ്ട് ചിലവാക്കുന്നതൊക്കെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനും ഭീഷണിപ്പെടുത്തുന്നതിനുമൊക്കെയാണ് അവരുടെ മുൻഗണന. അല്ലാതെ അവർ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളുടെ ആരോഗ്യമോ അല്ലെ മറ്റുള്ളവരുടെ വിദ്യാഭ്യാസമോ അതിലൊക്കെയുള്ള ഒരു ശ്രദ്ധയുമില്ലാതെ ഈ വക കാര്യങ്ങളിലാണ്, ആക്രമണത്തിലാണ് ശ്രദ്ധ. അപ്പോൾ ആരാണ് ഈ ടെററിസ്റ്റ് അല്ലെ തീവ്രവാദി? ഇന്ത്യയിൽ UAPA ആണ് ഈ തീവ്രവാദി എന്ന അതിൻ്റെ ഒരു നിർവചനം നൽകുന്നത്. ആരാണ് തീവ്രവാദി? അതായത് ആക്രമണം നടത്തും, ബലപ്രയോഗം നടത്തും എന്ന് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ആക്രമണം നടത്തിയോ കാര്യം നേടുക. അത് കാര്യം പല ലക്ഷ്യങ്ങളായിരിക്കാം. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആക്രമണവും ഭീഷണിയും ബലപ്രയോഗവും നടത്തുന്ന ആളുകളെയും സംഘടനകളെയുമാണ് തീവ്രവാദി എന്നുള്ള കാര്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ UAPA നിയമം പറയുന്നത്. UAPA നിയമം അനുസരിച്ച് 43 സംഘടനകളെ തീവ്രവാദ സംഘടനകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഐക്യരാഷ്ട്രസഭ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സംഘടനകളെയും UAPAയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമാണ്. ദാവൂദ് ഇബ്രാഹിം 1993 ബോംബെ ബ്ലാസ്റ്റിൻ്റെ സൂത്രധാരൻ എന്നുള്ള പേരിലാണ് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് എന്നുള്ള ഒരു കാര്യമാക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അഭയം നൽകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ
ലോക ടെററിസം സൂചികയിൽ 3-ാം സ്ഥാനത്തേക്ക് എന്ന രാജ്യമാണ്. ടെററിസം എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന പണി. ഇന്നും നമ്മുടെ കാശ്മീരിൽ പാകിസ്ഥാൻ പരിശീലനവും ആയുധവും ഒക്കെ നൽകി പിന്തുണ നൽകി പറഞ്ഞുവിടുന്ന ഈ ടെററിസ്റ്റിൻ്റെ ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീവ്രവാദി ആക്രമണങ്ങൾ മുൻകൈയെടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അയൽവക്കത്തുള്ള പാകിസ്ഥാൻ എന്നുള്ളത് അവിടെ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീവ്രവാദ ആക്രമണം ഇന്ത്യ 13-ാം സ്ഥാനത്ത് വരുന്നതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. കാരണം ഈ സൂചികയിൽ മുകളിൽ വരുന്നതിൻ്റെ എത്ര ആക്രമണങ്ങൾ ഒരു രാജ്യത്ത് നടന്നു, ആ ആക്രമണങ്ങളിൽ എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് ഇന്ത്യ ഈ 13-ാം സ്ഥാനത്ത് വരുന്നത്. റെഡ് ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഈ തീവ്രവാദികൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കവലച്ചട്ടമ്പുകൾ എന്ന് പറയും, ഭീഷണിപ്പെടുത്തിയും കത്തിയൊക്കെ കാണിച്ചുമൊക്കെ വിരട്ടി പണം വാങ്ങുന്ന ഒരു കവലച്ചട്ടമ്പിമാരും ഗുണ്ടകളുമൊക്കെ, അതും തീവ്രവാദത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ആദ്യകാലത്ത് സംഘടനയല്ല, പക്ഷേ വ്യക്തികൾ ഇതേ മാർഗമാണ് അവരുടെയും, പേടിപ്പിക്കുക, ആക്രമണം കാണിക്കുക, എന്നിട്ട് അവരുടെ ലക്ഷ്യം നേടുക. അവരുടെ ലക്ഷ്യം പണമാണ്. അപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഈ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഒക്കെ അവരുടെ ലക്ഷ്യം നേടുന്ന ആൾക്കാരെ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ടൗണിൽ നമ്മൾ കണ്ടതാണ്. ഈ നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗത്തിനെ തന്നെ കൈയും വെട്ടും കാലും വെട്ടും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കുന്ന ഒരു കാര്യം. ഈ ഭീഷണി അക്രമം കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്, അത് സംഘടിതമായിട്ട് സമൂഹത്തിൽ ഭീതി ഉണ്ടാകുന്ന വിധത്തിൽ ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ തീവ്രവാദി ആര്, തീവ്രവാദ പ്രവർത്തനം എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി തീവ്രവാദികളെ ഒരിക്കലും ആദരിക്കാൻ പാടില്ല, അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്.